പോരാട്ടം 10. അറബി, നാം ഒരു വിഡ്ഢിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് വിശ്വസിക്കുമോ? നിധി പോലും, നിധി. കുറെ പട്ടാളക്കാർ നഷ്ടമായി, അതാണ് മെച്ചം. സാമൂതിരി നീരസത്തോടെ പറഞ്ഞു. തിരുമേനി, എൻ്റെ കുറ്റമല്ല. ചന്തവും അമ്മിണിയും വെറും കുട്ടികളല്ല, പിശാച് കുട്ടികളാണ്, അറബി കോരൻ പറഞ്ഞു. നിധി നമുക്ക് കിട്ടിയില്ല, വേണാട്ടരജൻ കൊണ്ടുപോവുകയും ചെയ്തു. സാമൂതിരിക്ക് ദേഷ്യം കയറി തുടങ്ങി. തിരുമേനി, ഞാൻ ആ നിധി മോഷ്ടിച്ചു കൊണ്ടുവരാം. അതിനുള്ള വഴികൾ ആലോചിക്കുകയാണ്. അറബിക്കോരൻ സാമൂതിരിയെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു. നമുക്കൊന്നും കേൾക്കേണ്ട, നിങ്ങളുടെ മുഖം നാം ഇനി കാണരുത്. ഇറങ്ങൂ പുറത്ത്, സാമൂതിരി കൽപ്പിച്ചു. തിരുമേനി, ഞാൻ പിന്നെ അറബിക്കോരൻ എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ വാക്കുകൾ പുറത്തു വന്നില്ല. ഒരക്ഷരം മിണ്ടരുത്, ഇറങ്ങാനല്ലേ പറഞ്ഞത്. 2 ദിവസം ഇടതരാം. അതിനുശേഷം നാട്ടിലെങ്ങാനും കണ്ടാൽ കഴിവേറ്റും, സാമൂതിരി ഗർജിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി. അറബിക്കോരൻ ഇറങ്ങി നടന്നു. അല്ലാതെ എന്തു ചെയ്യാൻ? ഇനി എങ്ങനെ ജീവിക്കും? അതായിരുന്നു ആലോചന. പെട്ടെന്ന് ഒരു യുക്തി തോന്നി. ഗുളിക വിഴുങ്ങി ചാണക്കാരനാവുക. സകലർക്കും ആയുധം വേണം, കൂടെ കൂടെ മൂർച്ചപ്പെടുത്തുകയും വേണം. നല്ല തൊഴിൽ, ധാരാളം പണം കിട്ടും. യുദ്ധം ഒഴിഞ്ഞ കാലമില്ല, ഒരിക്കലും ജോലിയില്ലാതെ വരികയില്ല, പ്രത്യേകിച്ച് ഇക്കാലത്ത്. മാമാങ്കം തുടങ്ങാറായി. ചില ദിവസങ്ങളേ ഉള്ളൂ ഇനി. മാമാങ്കം, ആ മഹോത്സവം 12 കൊല്ലത്തിൽ ഒരിക്കലേ നടക്കൂ. മിക്ക രാജാക്കന്മാരും തിരുനാവായിൽ വന്നെത്തും. അവരുടെ പരിവാരങ്ങളെയും പട്ടാളങ്ങളെയും കൊണ്ടുവരും. 28 ദിവസം തുടർച്ചയായി ഉത്സവം നടക്കും. കാണികൾ തിങ്ങിക്കൂടും. പട്ടാളങ്ങൾ പുറപ്പെട്ടു തുടങ്ങി. അണിയണിയായി പോവുകയാണ്. എല്ലാവരുടെയും മുഖങ്ങളിൽ ഉത്സാഹം തെളിഞ്ഞു കാണാം. പെരുമ്പറകൾ താളം പിടിക്കുന്നു. ആ താളമൊപ്പിച്ച് കാലുകൾ നീങ്ങുന്നു. അവ പൊടിയിളക്കി പരത്തുന്നു. കുന്തം, ഗദ, വാൾ, ഉറുമി, കഠാരി, അമ്പും വില്ലും. ആ ആയുധങ്ങൾക്ക് കണക്കില്ല. അവ സൂര്യരശ്മിയേറ്റ് വെട്ടിത്തിളങ്ങുന്നു. പട്ടാളക്കാർ പടപ്പാട്ടുകൾ പാടുന്നു. കതിനാവെടികൾ മുഴങ്ങുന്നു. പല പാതകളിലും ഈ കാഴ്ച കാണാം. തിരുനാവായ്ക്കടുത്ത് ഒരു വലിയമ്പലത്തിൽ തങ്ങി ചാണക്കോരൻ. ആ വഴിയമ്പലത്തിൽ പട്ടാളങ്ങൾ വരുന്നു, വിശ്രമിക്കുന്നു, പോകുന്നു. വിശ്രമവേളകൾ ചാണക്കോരന് നല്ല അവസരങ്ങളായിരുന്നു. അയാളുടെ പക്കൽ ചക്രം പോലെ ഒരു ചാണയുണ്ട്. അത് കറക്കി ആയുധങ്ങൾ മൂർച്ചപ്പെടുത്താം. വളരെ കുറച്ച് സമയമേ വേണ്ടൂ. ധാരാളം പണം കിട്ടുകയും ചെയ്യും. മറ്റൊരു മാതിരി പട്ടാളങ്ങൾ കൂടി മാമാങ്കത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യത്തു നിന്നും ശാന്തി കുട്ടികളും വരുന്നുണ്ടായിരുന്നു. അവരും പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷേ അവ പടപ്പാട്ടുകളല്ല, ശാന്തി ഗാനങ്ങളാണ്. അവരും താളമൊപ്പിച്ച് നടക്കുന്നുണ്ട്. അവർക്കുമുണ്ട് ഉത്സാഹവും ഉന്മേഷവും. അവർക്കുമുണ്ട് കൊടികൾ, വെള്ളക്കൊടികൾ. കുട്ടികൾ പടവെട്ടുന്നവരല്ല. എങ്കിലും ഓരോ കുട്ടിക്കൈയിലും ഓരോ ആയുധം കാണാം. ആ ആയുധങ്ങൾ ഒടിഞ്ഞവയോ തുരുമ്പ് പിടിച്ചവയോ ആയിരുന്നു. കൊല്ലാൻ കൊള്ളുകയില്ല. ആയുധങ്ങൾ അല്ലാത്ത ആയുധങ്ങൾ. വലിയ പട്ടാളം വരുമ്പോൾ കുട്ടിപ്പട്ടാളം ഒഴിഞ്ഞു മാറും. വലിയ പട്ടാളം കടന്നു പോകുമ്പോൾ ആർത്ത് വിളിക്കും, ശാന്തി ദേവി ജയിക്കട്ടെ. വലിയ പട്ടാളക്കാരിൽ ചിലർക്ക് ദയവ് തോന്നും. കഷ്ടം, ഇത്രയധികം കുട്ടികൾക്ക് ഭ്രാന്ത് പിടിച്ചല്ലോ. ചിലർക്ക് ദേഷ്യം വരും. ശാന്തി ദേവി ജയിക്കട്ടെ പോലും, അടിച്ച് തൊലി ഉരിക്കണം. കുട്ടിപ്പട്ടാളങ്ങളും വഴിയമ്പലത്തിൽ വിശ്രമിക്കും. ചാണക്കോരന് അവരെ ആവശ്യമില്ല. വലിയ പട്ടാളക്കാരെ മതി. വേണാട്ടിൽ നിന്ന് ഒരു കുട്ടിപ്പട്ടാളം വന്നു. പക്ഷേ അവിടുന്ന് വലിയ പട്ടാളം വന്നില്ല. സാമൂതിരിയാണ് മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷൻ. ആ അവകാശം ഒരുതരം മേൽക്കോയ്മയല്ലേ? വേണാട്ടരജൻ സാമൂതിരിയുടെ മേൽക്കോയ്മ സമ്മതിച്ചിട്ടില്ല. സാമൂതിരിയെപ്പോലെ കേമനാണ് താനും. മാമാങ്കത്തിന് പോകുന്നത് മാനക്കേടല്ലേ? വേണാട്ടരജനും വേണാട്ട് പട്ടാളവും വേണാട് വിട്ടതേയില്ല. ചന്തവും അമ്മിണിയും മാമാങ്കത്തിന് പോകുന്നു. അവരോടുകൂടി അടിയനും. രുദ്രാണി വേണാട്ടരജനെ അറിയിച്ചു. വേണാട്ടരജന് അതത്ര പന്തിയായില്ല. പക്ഷേ അത് പുറമേ കാണിച്ചില്ല. രുദ്രാണിക്ക് ദേഷ്യം വരികയില്ലേ? അതായിരുന്നു ഭയം. രുദ്രാണിക്ക് തമ്പുരാന്റെ വിചാരം മനസ്സിലായി. തിരുമേനി, ഒന്നുകൊണ്ടും വല്ലായ്മ വേണ്ട. അടിയങ്ങൾ പോകുന്നത് ശരി തന്നെ. പക്ഷേ വേണാട്ടുകാർ എന്ന നിലയിലല്ല, സ്വന്തം നിലയിലാണ്. പോരെ? രുദ്രാണി, ഒന്ന് നീ ആലോചിച്ചില്ലെന്ന് തോന്നുന്നു. സാമൂതിരിയെ ഉപേക്ഷിച്ച് നമ്മോട് ചേർന്നവനല്ലേ ചന്തു. അവനെ കിട്ടിയാൽ സാമൂതിരി വെറുതെ വിടുമോ? പോരെങ്കിൽ അമ്മിണിക്കും അപായം ഉണ്ടാവുകയില്ലേ? കൂടാതെ നിനക്കും. അതൊക്കെ അടിയൻ ആലോചിച്ചിട്ടുണ്ട് തിരുമേനി. വേഷം മാറിയിട്ടേ പോകൂ. അടിയൻ ഒരു കുറത്തി. ചന്തുവും അമ്മിണിയും കൊച്ചുകുറവനും കൊച്ചുകുറത്തിയും. ആരും തിരിച്ചറിയുകയില്ല. അങ്ങനെ അവർ പുറപ്പാടായി. നോക്കണേ വിധിയുടെ കളി. ആത്മശത്രുക്കൾ വീണ്ടും കണ്ടുമുട്ടി. സന്ധ്യ കഴിഞ്ഞിരുന്നു. ചാണക്കോരൻ വഴിയമ്പലത്തിൽ തൂണും ചാരി ഇരിക്കുകയാണ്. ജോലി തിരക്കായിരുന്നു കഴിഞ്ഞ കുറേ ദിവസം. പട്ടാളങ്ങൾ ഒന്നൊന്നായി വന്നു പൊയ്ക്കൊണ്ടിരുന്നു. ആയുധങ്ങൾ മൂർച്ചപ്പെടുത്തിയതിന് കണക്കില്ല.
ഇതാ ഇപ്പോൾ കുറച്ച് വിശ്രമം കിട്ടി. ആരാണ് അതാ വഴിയമ്പലത്തിൽ കയറി വരുന്നത്? ഓ, ഒരു കുറത്തിയും കുട്ടികളും. കോരൻ ആദ്യം അതത്ര കാര്യമാക്കിയില്ല. അവർ സംസാരിച്ചുകൊണ്ട് കടന്നുപോയി. പെട്ടെന്ന് കൊച്ചുകുറവന്റെ ശബ്ദം കോരനെ ആകർഷിച്ചു. മുമ്പ് കണ്ടിട്ടുണ്ടോ? പരിചയമുള്ള ശബ്ദം. എന്താണിത്? ചന്തുവിന്റെ ശബ്ദം പോലെ. കോരൻ ശ്രദ്ധിച്ചു. വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു. അതെ, കൊച്ചുകുറവൻ ചന്തു തന്നെ. കൊച്ചുകുറത്തി അമ്മിണി, വലിയ കുറത്തി രുദ്രാണിയും. താൻ അവരെ തിരിച്ചറിഞ്ഞു. ഈ വേഷന്മാരിലൊന്നും തന്നോട് പറ്റുകയില്ല. ഇവർക്ക് തന്നെ തിരിച്ചറിഞ്ഞുകൂടാ. ഇന്ന് അവരെ വിട്ടുകൂടാ. ഇന്നായിരിക്കണം കടശിക്കായി. അവരും കോരനെ കണ്ടു. ആരോ ഒരാൾ തൂണും ചാരിയിരിക്കുന്നു, അത്രയേ വിചാരിച്ചുള്ളൂ. കോരന്റെ മനസ്സിൽ ഒരു ദ്രോഹം രൂപം പൂണ്ടു. ചന്തുവിന്റെ തുടയിൽ മന്ത്രമടക്കിയ ചെമ്പുതകടുണ്ട്. അതുള്ളപ്പോൾ അവൻ ആയുധമേറ്റ് മരിക്കയില്ല. അമ്മിണിയുടെ കഴുത്തിൽ മന്ത്രമടക്കിയ രക്ഷ കെട്ടിയിട്ടുണ്ട്. അതുള്ളപ്പോൾ അവളും മരിക്കയില്ല. അതൊക്കെ കോരന് അറിയാം. ഒളിച്ചു നിന്ന് കേട്ടിരുന്നതല്ലേ. ഇരുവരെയും കൊല്ലാൻ ഒരു വഴിയുണ്ട്. തൻ്റെ പക്കൽ ഒരു മയക്കപ്പൊടിയുണ്ട്. ആ പൊടി മണപ്പിച്ചാൽ ബോധം കെടും. അങ്ങനെ അവരെ ബോധം കെടുത്തണം. ചെമ്പുതകടും രക്ഷയും എടുത്തു കളയണം. എന്നിട്ട് കുത്തിക്കൊല്ലണം. രുദ്രാണി അകത്തെ മുറിയിൽ ഉറങ്ങാൻ കിടന്നു. ചന്തുവും അമ്മിണിയും പുറം തിണ്ണയിലും. അവിടെ തൂണും ചാരി ഇരിക്കുന്നയാൾ കോരനാണ്. അതുണ്ടോ അവർ അറിയുന്നു. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ട് കിടന്നു. മാമാങ്കത്തെപ്പറ്റിയായിരുന്നു സംസാരം. നേരം കുറേയായി. കുട്ടികൾ ഉറങ്ങിയില്ല. കോരന് ക്ഷമ കെട്ടു. ഉറങ്ങിയാലല്ലേ ആ പണി ചെയ്യാനൊക്കൂ. കുറെ കഴിഞ്ഞ് കുട്ടികൾ സംസാരം മതിയാക്കി. എന്നിട്ടും ഉറങ്ങിയില്ല. മാമാങ്കത്തെപ്പറ്റി ആലോചിക്കുകയായിരുന്നു. അവർ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കോരന്റെ ക്ഷമക്കേട് വർദ്ധിച്ചു. വേഗം ഉറങ്ങിയെങ്കിൽ, എന്നിട്ട് വേണം മയക്കപ്പൊടി മണപ്പിക്കാൻ. കുറേ നേരം അങ്ങനെയും കഴിഞ്ഞു. കുട്ടികൾ ഉറക്കമായി. കോരൻ പതുക്കെ എഴുന്നേറ്റു. മടിക്കുത്തിൽ മയക്കപ്പൊടി, വലത് കൈയിൽ കഠാരി. ഇപ്പോൾ അവരുടെ കഥ തീരും. അതാ കേൾക്കുന്നു ഒരു കാൽപ്പെരുമാറ്റം. ചാണക്കോരൻ പുറത്തേക്ക് നോക്കി. ആരാണ് വന്നയാൾ? ആ ഭ്രാന്തൻ, അതായത് കുങ്കൻ. ഭ്രാന്തനെ കിട്ടിയാൽ തൂക്കിലിടണം. അതായിരുന്നു സാമൂതിരിയുടെ നിശ്ചയം. ഈയിടെ ആ നിശ്ചയം മാറ്റുകയുണ്ടായി. അതിൻ്റെ കാരണം കോരൻ പറഞ്ഞു കേട്ടിരുന്നു. 1 മാസം മുമ്പായിരുന്നു സാമൂതിരിയുടെ പിറന്നാൾ. അന്ന് വിഷം തീണ്ടും. അങ്ങനെ ഒരു ഫലമുണ്ടായിരുന്നു ജാതകത്തിൽ. ഭയന്ന് കഴിയുകയായിരുന്നു സാമൂതിരി. വല്ലതും പരിഹാരമുണ്ടോ? സാമൂതിരി പ്രശ്നം വെപ്പിച്ചു. ഒരു പരിഹാരമുണ്ട്. പ്രശ്നക്കാരന് അത് തീർച്ചയായിരുന്നു. ഒരു ശാന്തി ഭ്രാന്തൻ വിഷഭയം നീക്കും. അതേത് ഭ്രാന്തൻ? ഒരാളേയുള്ളൂ. ശാന്തിക്കാരുടെ ശല്യം കൂടിയാലും തിരക്കേടില്ല, ജീവൻ കിട്ടിയാൽ മതി. സാമൂതിരി ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. വിഷഭയം നീക്കിയാൽ ഭ്രാന്തനെ കഴിവേറ്റുകയില്ല. രാജ്യത്ത് ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ അനുവദിക്കുകയും ചെയ്യാം. അതായിരുന്നു വിളംബരത്തിൻ്റെ സാരം. 4 ദിവസത്തിനുള്ളിൽ ഭ്രാന്തൻ വന്നെത്തി. സാമൂതിരിയുടെ കൺമുൻപിലാണ് ആ അത്ഭുതം നടന്നത്. ഭ്രാന്തൻ കണ്ണടച്ച് ജപിച്ചുകൊണ്ടിരുന്നു. എവിടുന്ന് അറിഞ്ഞില്ല ഒരു വലിയ സർപ്പം ഇഴഞ്ഞു വന്നു. സാമൂതിരിയെ കണ്ട് സർപ്പം പത്തി വിരിച്ച് ചാഞ്ചാടി. സാമൂതിരി കിടുകിട വിറച്ചുകൊണ്ടിരുന്നു. ഭ്രാന്തൻ വിളിച്ചത് കേട്ട് സർപ്പം അങ്ങോട്ട് ഇഴഞ്ഞു ചെന്നു. ഭ്രാന്തൻ എന്തൊക്കെയോ പറയുന്നത് എല്ലാവരും കേട്ടു. ആർക്കും ഒന്നും മനസ്സിലായില്ല. എന്തോ ഒരു ഭാഷ. സർപ്പം വീണ്ടും സാമൂതിരിയുടെ നേർക്ക് തിരിഞ്ഞു. ഫണം വിടർത്തി ചാഞ്ചാടി. പുറത്തേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്തു. ഹാവോ! സാമൂതിരി ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. വിഷഭയം നീങ്ങി. അതൊന്നും കോരൻ കണ്ടതല്ല. ആളുകൾ പറഞ്ഞറിഞ്ഞതാണ്. ഭ്രാന്തൻ വീണ്ടും സാമൂതിരിയുടെ രാജ്യത്ത് അലഞ്ഞു തിരിയുന്നു. അതും കേട്ടിരുന്നു. ഇതാ ഇപ്പോൾ കണ്ടെത്തി. കുങ്കൻ കോരനെ ഒന്ന് നോക്കി. തുളച്ചു കയറുന്ന ഒരു നോട്ടം. കോരൻ നടുങ്ങി. തന്നെ കുങ്കന് മനസ്സിലായോ? കോരൻ മയക്കപ്പൊടിയും കഠാരിയും മറച്ചുവെച്ചു. കുങ്കൻ തിണ്ണയിൽ കയറി. ഒരു മൂലയിൽ ചുരുണ്ടു കിടന്നു. ഉടൻ ഉറക്കവുമായി. ഉറക്കമായെന്ന് കോരന് തീർച്ചയായി. ഇതിൽ പരം ഒരു സന്തോഷം തോന്നാനില്ല. ദൈവം കുങ്കനെയും എത്തിച്ചു കൊടുത്തിരിക്കുന്നു. 3 ശത്രുക്കളെയും ഒന്നിച്ചു കൊല്ലാം. ഈ സന്ദർഭം ഇനി കിട്ടുകയില്ല. കോരൻ പതുക്കെ എഴുന്നേറ്റു. എന്താ, ഉറക്കം വരുന്നില്ല അല്ലേ? കിടന്ന കിടപ്പിൽ കുങ്കൻ ചോദിച്ചു. കോരൻ ഞെട്ടി. അതെ, ഉറക്കം വരുന്നില്ല. അയാൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. എന്നിട്ട് വീണ്ടും ഇരിപ്പായി. അരനാഴിക കഴിഞ്ഞു. കുങ്കൻ കൂർക്കം വലിച്ചു തുടങ്ങി. കോരൻ വീണ്ടും എഴുന്നേറ്റു. അപ്പോൾ അതാ കുങ്കൻ ചോദിക്കുകയാണ്. വല്ലാത്ത ഉഷ്ണം. അതുകൊണ്ടായിരിക്കും ഉറക്കം വരാത്തത് അല്ലേ? കോരൻ വീണ്ടും ഞെട്ടി. എങ്കിലും പരിഭ്രമം പുറത്തു കാണിച്ചില്ല. അതെ, കുറെ വെള്ളം കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് തിണ്ണയിൽ നിന്നിറങ്ങി കിണറ്റൻ കരയിലേക്ക് നടന്നു. അയ്യോ! ഒരു നിലവിളി. നിലവിളിച്ചത് കോരനായിരുന്നു. കോരൻ എന്തോ ഒന്ന് ചവിട്ടി. ഉടനെ ഒരു ഭയങ്കര സർപ്പം പത്തി വിരിച്ചുകൊണ്ട് ഉയർന്നു. 3 തലയുള്ള സർപ്പം. കോരന് ഓടിപ്പോകാൻ സമയമില്ല. സമയമുണ്ടായാലും ഓടിപ്പോകാൻ വയ്യ.
കാലുകൾ മരവിച്ചു പോയിരുന്നു. അത്ര ഭയന്നുപോയി. സർപ്പം കോരൻ്റെ കാലിൽ കൊത്തി വളഞ്ഞു പുളഞ്ഞ് ഇഴഞ്ഞു പോവുകയും ചെയ്തു. കോരൻ നിലവിളിച്ചു. കുങ്കൻ തൻ്റെ നേർക്ക് ഓടി വരുന്നതും കണ്ടു. അതോടെ കോരൻ മൂർച്ഛിച്ചു വീണു. കുറേ നേരം കിടന്നു. അപ്പോഴേക്കും ഓർമ്മ മടങ്ങി വന്നു. കോരൻ എഴുന്നേറ്റിരുന്നു. ഇല്ല, താൻ മരിച്ചിട്ടില്ല. കാലിൽ നോക്കി. 3 മുറിവുകൾ കണ്ടു. ആ ഭയങ്കര സർപ്പം കടിച്ചതാണ്. എന്നിട്ടും എന്തുകൊണ്ട് മരിച്ചില്ല? കോരന് മനസ്സിലായില്ല. അയാൾ തിണ്ണയിലേക്ക് നോക്കി. അവിടെ ഇരിപ്പുണ്ട് കുങ്കൻ. തന്നെ ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. കോരൻ എഴുന്നേറ്റ് നടന്നു, ആലോചിച്ചുകൊണ്ട്. ആലോചിക്കാൻ പലതും ഉണ്ടായിരുന്നു. 3 ശത്രുക്കളെയും ഒന്നിച്ചു കിട്ടി. അവരെ കൊല്ലാനുള്ള സന്ദർഭവും ഉണ്ടായി. ആ സന്ദർഭം പാഴായിപ്പോയി. കുങ്കന് തന്നെ മനസ്സിലായിട്ടുണ്ടോ? തുളച്ചു കയറുന്ന ആ നോട്ടം ഓർമ്മിച്ചു കോരൻ. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നല്ലേ? കോരൻ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. തന്നെ സർപ്പം കടിച്ചു. സാധാരണ സർപ്പമൊന്നുമല്ല, 3 തലയുള്ള സർപ്പം. അങ്ങനത്തെ സർപ്പങ്ങളുണ്ടോ? ഉണ്ടെന്ന് കേട്ടിരുന്നതേ ഉള്ളൂ. ഉണ്ടെന്ന് ഇപ്പോൾ അറിവായി. താൻ എന്തുകൊണ്ട് മരിച്ചില്ല? അതാണ് ഒട്ടും മനസ്സിലാകാത്തത്. കുങ്കൻ തൻ്റെ നേർക്ക് ഓടി വരുന്നത് കണ്ടു. അപ്പോഴേക്കും ബോധം കെട്ടു. പിന്നീട് എന്തുണ്ടായി? താൻ എങ്ങനെ ജീവിച്ചു? ഒരു പിടിയും കിട്ടിയില്ല. പാതിര കഴിഞ്ഞിരിക്കുന്നു. പാതയിൽ ഒരൊറ്റ മനുഷ്യനേയുള്ളൂ, കോരൻ. അയാൾ യന്ത്രത്തെപ്പോലെ നടക്കുകയാണ്. വല്ലാത്ത ക്ഷീണം തോന്നി. മനസ്സ് നേരെ നിൽക്കുന്നില്ല. വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു. വഴിയരിയിൽ ചെറിയൊരു പാറ കിടന്നിരുന്നു. കോരൻ അതിൽ കയറിയിരുന്നു. വീണ്ടും ആലോചനയിൽ മുഴുകി. കോരാ! കോരൻ ഞെട്ടി. ആരോ വിളിച്ചു. തൻ്റെ രഹസ്യം പുറത്തായോ? കോരാ! വീണ്ടും വിളി കേട്ടു. എതിരെ നിൽക്കുന്നു ഒരു സ്ത്രീരൂപം. ആരാണ് നിങ്ങൾ? എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? കോരൻ ചോദിച്ചു. ഞാൻ ശാന്തിദേവിയാണ്, സ്ത്രീ മറുപടി പറഞ്ഞു. ശാന്തിദേവി. ആ ദേവിയെക്കുറിച്ച് ഈയിടെ കുറെ കൂടുതൽ കേൾക്കാറുണ്ട്. കോരൻ കുട്ടിപ്പട്ടാളങ്ങളെ കണ്ടിട്ടുണ്ട്. ശാന്തിപ്പാട്ടുകൾ കേട്ടിട്ടുമുണ്ട്. കേരളമാകെ ശാന്തി മതം പടരുന്നതും അറിയാം. അതൊക്കെ വെറും ഭ്രാന്തായി കരുതിയിരുന്നു. ശാന്തിദേവി ഇല്ലെന്നായിരുന്നു വിശ്വാസം. ആ വിശ്വാസം തെറ്റാണ്. അതിപ്പോൾ അറിവായി. ഇതാ മുൻപിൽ നിൽക്കുകയാണ് ശാന്തിദേവി. കോരൻ ദേവിയെ ശ്രദ്ധിച്ചു നോക്കി. കണ്ണഞ്ചിക്കുന്ന സൗന്ദര്യം. ചുറ്റും പ്രഭ വിതറുന്നുണ്ട്. ചന്ദ്രൻ ചന്ദ്രിക വിതറും പോലെ. കോരൻ എഴുന്നേറ്റു. നീ അറിയാത്ത ഒന്ന് ഞാൻ അറിയിക്കാം, ശാന്തിദേവി പറഞ്ഞു. നിന്നെ 3 തല സർപ്പം കടിച്ചു. എന്നിട്ടും നീ മരിച്ചില്ല. ഒരാൾ നിന്നെ രക്ഷിച്ചു. ആ ആൾ കുങ്കനാണ്. കുങ്കൻ നിന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രക്ഷിച്ചതും. അവൻ നിന്റെ മുറിവുകളിൽ നിന്ന് വിഷം ഉറിഞ്ചിയെടുത്തു. തന്നെ കുങ്കൻ രക്ഷിച്ചെന്നു? കുങ്കന്റെ ആത്മശത്രുവല്ലേ താൻ? കൊല്ലുകയല്ലേ ചെയ്യൂ, രക്ഷിക്കുമോ? തീർച്ചയായും ഇല്ല. കോരാ, നിന്റെ വിചാരം എനിക്കറിയാം. നീ എന്നെ വിശ്വസിക്കുന്നില്ല. ആട്ടെ, നിനക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നുകൂടി പറഞ്ഞു തരാം. ആത്മശത്രുക്കളെയും സ്നേഹിക്കുന്നവരാണ് എൻ്റെ ഭക്തന്മാർ. ഇത് സത്യം. നിന്റെ ദുഷ്കൃത്യങ്ങൾ ഓർത്തു നോക്കൂ. അതോടുകൂടി കുങ്കൻ്റെ സൽകൃത്യങ്ങളും. അപ്പോൾ നിന്റെ മനസ്സിലും സത്യം തെളിയും. അത്രയും പറഞ്ഞ് ശാന്തിദേവി മറഞ്ഞു. കോരൻ വീണ്ടും നടന്നു തുടങ്ങി. താൻ ചെയ്ത തിന്മകൾ ഓർമ്മിച്ചു. വേണമെന്ന് വെച്ചിട്ടല്ല, ഓർമ്മിക്കാതിരിക്കാൻ വയ്യാതായി. എത്ര കൊള്ളകൾ, എത്ര വഞ്ചനകൾ, എത്ര കൊലപാതകങ്ങൾ. അവ ഒന്നൊന്നായി ഓർമ്മയിൽ ഉയർന്നു വന്നു. ഭയന്നുപോയി. ഇത്ര അധികമോ? താൻ കൊന്നവർ അതാ മുൻപിൽ വന്ന് നിൽക്കുന്നു. വലിയൊരു കൂട്ടം. അസ്ഥിയില്ല, മാംസമില്ല, വെറും രൂപങ്ങൾ മാത്രം. നിഴൽ പോലെ. എങ്കിലും തെളിഞ്ഞു കാണാം. അവർ കോരനെ കണ്ണെടുക്കാതെ നോക്കുന്നു. അവരുടെ മുഖങ്ങളിൽ ദേഷ്യമില്ല, ശോകം മാത്രം. എന്ത്? അവർ കണ്ണീർ ഒഴുക്കുന്നു. എന്തുകൊണ്ടോ നോക്കി നിൽക്കാൻ കഴിയുന്നില്ല. കോരൻ കണ്ണുകൾ പിൻവലിച്ചു. തല കുനിച്ചു. നിലത്ത് നോക്കി നടന്നുപോയി. എങ്കിലും ഒരു ബോധം. ആ രൂപങ്ങൾ, ആ ഭൂതങ്ങൾ പിന്തുടരുന്നു. പുറകിലേക്ക് നോക്കാൻ ധൈര്യമില്ല. ശാന്തിദേവിയുടെ വാക്കുകൾ ചെവികളിൽ മുഴങ്ങുന്നു. ആത്മശത്രുക്കളെയും സ്നേഹിക്കുന്നവരാണ് എൻ്റെ ഭക്തന്മാർ. ആത്മശത്രുക്കളെ സ്നേഹിക്കുക പോലും. അങ്ങനെയും ഒരു സ്നേഹമുണ്ടോ? തൻ്റെ ആത്മശത്രുവാണ് കുങ്കൻ. തന്നോട് ഒടുങ്ങാത്ത പകയുണ്ടായിരുന്നു കുങ്കന്. തനിക്ക് കുങ്കനോടും. കഴിയാഞ്ഞിട്ട് മാത്രമാണ് കുങ്കനെ കൊല്ലാത്തത്. ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, ശ്രമിക്കാഞ്ഞിട്ടല്ല. കുങ്കൻ തന്നെ രക്ഷിച്ചെന്നു. എന്താണിത്? ഒന്നും മനസ്സിലാകുന്നില്ല. കോരൻ താഴോട്ട് നോക്കി നടക്കുകയാണ്. അതാ അവിടെയുമുണ്ട് ആ ഭൂതങ്ങൾ. അയ്യോ വയ്യ. കോരൻ കണ്ണടച്ചു. കണ്ണടച്ചിട്ടും കാണുന്നു ആ ഭൂതങ്ങളെ. ഇതെത്ര ഭയങ്കരം! കോരൻ ഹൃദയം നൊന്ത് നടന്നുകൊണ്ടിരുന്നു. എന്ത്? മനസ്സ് കുറേശ്ശെ തെളിയുന്നു. ഭൂതങ്ങൾ മറയുന്നു. മനോവേദന ശമിക്കുന്നു. അതെ. നാഴികകൾ കടന്നുപോയി. മാനത്ത് വെള്ള കീറി. ലോകത്ത് വെളിച്ചം പരന്നു. അതോടെ കോരൻ്റെ മനസ്സിലും. കോരൻ്റെ നടത്തത്തിന് വേഗം മുറുകി.
മാമാങ്കത്തിൽ അയാൾക്കുമുണ്ട് പങ്ക്.